എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും വയനാട് വിഷൻ ചാനലും ചേർന്നൊരുക്കുന്ന ആരോഗ്യ ദർശനം എന്ന പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലൊക്കെ മുമ്പ് ചർച്ച ചെയ്തിരുന്നതാണ് ഓങ്കോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചൊക്കെ അല്ലേ. പക്ഷേ ബ്രസ്റ്റിന് നിരവധി അസുഖങ്ങൾ ഉണ്ട്. പല കാറ്റഗറി ആയിട്ട് അസുഖങ്ങളെയൊക്കെ നമുക്ക് വേറെ വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ആരോഗ്യപരമായ നിരവധി പ്രശ്നങ്ങളെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബ്രസ്റ്റ് ഡിസീസാണ്. സ്തനത്തിലുണ്ടാകുന്ന മറ്റ് അസുഖങ്ങളെക്കുറിച്ചെല്ലാം ഒരു ചെറിയ അവലോകനം പോലെ നമ്മൾ കൊണ്ടുപോവുകയാണ്. അതിനുവേണ്ടി നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് ഡോക്ടർ അഞ്ജലി AR, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ സർജറി. നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടറെ ഇന്നത്തെ ആരോഗ്യ ദർശനത്തിലേക്ക്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ബ്രസ്റ്റ് ഡിസീസ് പല പല കാറ്റഗറീസിലായിട്ട് നമ്മൾ പലപ്പോഴൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്നുകൂടി പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന തരത്തിലേക്ക് ഏതൊക്കെ തരത്തിലാണ് ബ്രസ്റ്റ് ഡിസീസ്, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ഉണ്ടാകാം, അങ്ങനെ തുടങ്ങാം നമുക്ക്. അപ്പോൾ ഇപ്പോഴത്തെ 2024 തീമായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നോ വൺ ഷുഡ് ഫേസ് ബ്രസ്റ്റ് ക്യാൻസർ എലോൺ ആണ് 2024 തീം. അപ്പം നമ്മുടെ ആൾക്കാർക്കിടയിൽ തന്നെ ഈവൻ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ബ്രസ്റ്റ് ഡിസീസ്, ബ്രസ്റ്റിനകത്ത് ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലംബായിട്ട് അല്ലെങ്കിൽ ഒരു കട്ടിയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിപ്പിളിൽ നിന്നുള്ള ഡിസ്ചാർജുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ഫീമെയിലിനെ സംബന്ധിച്ചോളം അത് ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് തന്നെയാണ് അയാൾ ഫേസ് ചെയ്യുന്നത്. അപ്പം തന്നെ നമ്മുടെ കുഞ്ഞു പിള്ളേർ, അതൊരു 20s ഉള്ള ഏജ് ഗ്രൂപ്പിൽ ഒരു ബ്രസ്റ്റിൽ ഇതേപോലെ സ്വെല്ലിങ് വരുവാണെങ്കിൽ ഫസ്റ്റ് അവരുടെ തോട്ട്, അവരുടെ മാതാപിതാക്കളുടെയും തോട്ട് ക്യാൻസർ ആണോ എന്താണോ അങ്ങനെ ഒരു തോട്ടിലാണ് വരുന്നത്. സോ എല്ലാ ബ്രസ്റ്റിലെ ലംബ് അല്ലെങ്കിൽ സ്വെല്ലിങ് ക്യാൻസർ ആവണം എന്നില്ല. ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് നമുക്ക് വേണം. പെട്ടെന്ന് ഡൗട്ട് വരിക അതാണ്. ഇപ്പം എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യം കൂടിയാണ് സ്ഥാനാർബുദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുന്നത്. അതെ, സ്ഥാനത്തിൽ എന്ത് റിലേറ്റഡ് ആണെങ്കിലും പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരുന്നത് ക്യാൻസർ ആണോ എന്നുള്ളതാണ് ആദ്യം അവർ ചിന്തിക്കുന്നതാണ്. പക്ഷെ ഒരു ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതാണ്. ബിക്കോസ് അവയർനെസ് ഉണ്ട് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ. അവയർനെസ് ഒരു നല്ലൊരു വിഷയമാണ്. പക്ഷെ ഒരു ഡബിൾ എഡ്ജ് സ്വാർഡ് പോലെയാണ്, രണ്ട് സ്ഥലത്തും മൂർച്ചയുള്ള ഒരു വെപ്പൺ പോലെയാണ്. അവയർനെസ് ഉണ്ട്, പക്ഷേ ആവശ്യമില്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പം മെയിൻലി പറയണമെന്ന് വെച്ചാൽ നമ്മൾ അവെയർ ആയിരിക്കുക. ബ്രസ്റ്റ് ഡിസീസ് എല്ലാം ക്യാൻസർ ആവണമെന്നില്ല, പക്ഷെ അതിനെക്കുറിച്ചൊരു ബോധം വേണം. ഏതൊക്കെ തരത്തിൽ, ഇപ്പോൾ ക്യാൻസർ അല്ലാതെ നമുക്ക് മറ്റ് അസുഖങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൂടി പറഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, യങ് ഫീമെയിൽസിൽ, അതായത് ടീനേജ് ലേഡീസ് അല്ലെങ്കിൽ ഫീമെയിൽസിൽ കാണുന്ന ഒരു തരം ഡിസീസാണ് ഈ ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്നത്. അത് ക്യാൻസർ ആവാനുള്ള സാധ്യത ഇല്ല. സോ അതിനെ എന്താ പറയുന്ന, പേഷ്യൻ്റ് നല്ല റീഅഷുറൻസ് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് നല്ലൊരു റീഅഷുറൻസ് കൊടുത്താൽ മതിയാകും. പക്ഷേ എന്നാലും ഒരു തോട്ട് ഉണ്ടാവും, എൻ്റെ മോൾക്ക് ഇതുണ്ട്, ഭാവിയിൽ അവരുടെ ഭാവി എന്തായിരിക്കും, അവർക്ക് കുഞ്ഞുങ്ങളാവുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അതിന് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ അത് ക്യാൻസർ ആവാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ഒരു ബ്രസ്റ്റിൻ്റെ ഒരു ഡിസീസിൻ്റെ ഒരു സ്പെക്ട്രമാണ്, ഒരു ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്പെക്ട്രം ഓഫ് ഡിസീസാണ് ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് എന്ന് പറയുന്നത്. അതിനകത്ത് പല പല കാര്യങ്ങളും വേണം. ബ്രസ്റ്റിൽ ചിലപ്പോൾ പെയിനായിട്ട് വരാം. പിന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് ബ്രസ്റ്റിൽ പെയിനായിട്ടും പിന്നെ ഫീവറും അങ്ങനെ ഇൻഫെക്ഷനായിട്ട് ബ്രസ്റ്റ് ആപ്സസ് ആയിട്ട് വരാം. അതൊക്കെ ക്യാൻസർ ആവാനുള്ള സാധ്യതയൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ പറയണമെന്ന് വെച്ചാൽ എൽഡർലി ആയിട്ടുള്ള ഒരു ഫീമെയിൽ, അതായത് മെനപ്പോസ് കഴിഞ്ഞ, അതായത് ആർത്തവം കഴിഞ്ഞ അമ്മമാർക്ക് ഉണ്ടാവുന്ന മാറിലെ കട്ടിയാണ് കുറച്ചും കൂടെ സസ്പീഷ്യസ് ആയിട്ട്. അങ്ങനെ വിചാരിച്ചാൽ അത് മാത്രം എന്നല്ല പറയുന്നത്. ബിക്കോസ് അതിനു മുന്നേ ഇതേപോലെ ബ്രസ്റ്റ് ക്യാൻസർ വരാം. അതിന് കുറേ റീസൺസ് ഉണ്ട്. അതിന് ഇതുപോലെ ഫാമിലി ഹിസ്റ്ററി ഒരു റീസൺ ആണ്. അതായത് ജനിതകമായിട്ട് കുടുംബത്തിലെ അതെ മാതാവിനോ അല്ലെങ്കിൽ മാതാവിൻ്റെ സഹോദരിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ആൾക്കാർക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവർക്ക് യങ് ഏജിൽ വരാം. യങ് ഏജിൽ ഒരിക്കലും ബ്രസ്റ്റിലെ കാർസിനോമ അല്ലെങ്കിൽ ക്യാൻസർ വരത്തില്ല എന്നല്ല. പക്ഷെ യൂഷ്വലി പറയുന്നത് ഒരു വേദനയില്ലാത്ത മുഴയാണെന്നുണ്ടെങ്കിൽ, പെയിൻ ഇല്ലാത്ത പെയിൻലെസ് ലംബ് എന്നാണ് പറയുന്നത്. ലംബ് ഉണ്ടെന്നുണ്ടെങ്കിൽ
അത് എൽഡർലി ആണ്, ആർത്തവം അറ്റൈൻ ചെയ്ത ആൾക്കാർക്ക്, ആർത്തവം കഴിഞ്ഞ ആൾക്കാർക്ക്, അങ്ങനെയുള്ള അമ്മമാർക്ക് കൂടുതലായിട്ടും അത് ബ്രസ്റ്റ് ഡിസീസ്, ക്യാൻസറിലേക്കാണ് നമ്മൾ അത് റൂൾ ഔട്ട് ചെയ്യണം. ക്യാൻസറിലേക്കുള്ള സാധ്യത കൂടുതലാണ്. അത് എക്സാമിൻ ചെയ്ത് നോക്കണം. അതെ അതെ അതെ, അതിനാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ ലേഡീസും എല്ലാ ഫീമെയിൽസും, പ്രത്യേകിച്ച് മെൻസ്ട്രേറ്റിംഗ് ആയ ഫീമെയിൽസ് ആണെങ്കിൽ അവർ പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള പീരീഡ് ഏറ്റവും കൂടുതലായിട്ട് പറയുമ്പം അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കുളിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഭാഗത്തിന് പൾപ്പ് എന്ന് പറയുന്നത്, പൾപ്പ് ഓഫ് ദ ഫിംഗേഴ്സ്, ഈ പൾപ്പ് വെച്ച് എല്ലാ പ്രാവശ്യവും എല്ലാ തവണയും എക്സാമിൻ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിനാണ് നമ്മൾ ഈ അവയർനെസ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതാണ്. അത് സെൽഫ് എക്സാമിനേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം പലപ്പോഴും ഡോക്ടർ ആയിരിക്കില്ല ഇത് പിക്ക് ചെയ്യുന്നത്. പലപ്പോഴും പേഷ്യൻസ് തന്നെ വരും. ഞങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്ന ലേഡി പേഷ്യൻസും അവർ തന്നെ പിക്ക് ചെയ്തിട്ട് അവർ തന്നെ സ്പോട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ കണ്ടുവരുന്ന ആൾക്കാർക്ക് അവർ വന്ന് എക്സാമിൻ ചെയ്ത് ഡോക്ടറെ സമീപിക്കുക, ബാക്കി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലതായിട്ട്. സെൽഫ് എക്സാമിനേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അത് അവരുടെ തന്നെ അവർ തന്നെ സ്വന്തമായിട്ട്, പ്രത്യേകിച്ച് അവർ പറയണമെന്ന് വെച്ചാൽ മെൻസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ, ഇപ്പം പീരിയഡ്സിൻ്റെ ടൈമിൽ ഈ ബ്രസ്റ്റ് എൻഗോജ്മെൻറ്റ് കാണുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള, ബ്രസ്റ്റ് പെയിനും ബ്രസ്റ്റ് എൻഗോജ്മെൻറ്റ് ഒരു തടിപ്പ് പോലെ കാണുന്നത് അത് നോർമൽ ആയിട്ടുള്ള, കോമൺ ആയിട്ടുള്ള എല്ലാ ഫീമെയിൽസിലും വൺസ് ഇൻ എ ലൈഫ് ടൈം അല്ല, ഓൾമോസ്റ്റ് എവറി ടൈം അവർ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതേപോലെ അവർ കുളിക്കുന്ന അപ്പോഴാണ് കുറച്ചും കൂടി എവിഡൻ്റ് ആയിട്ടുള്ളത്. അവർ കുളിക്കുന്ന ടൈമിൽ സെൽഫായിട്ട് എക്സാമിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുള്ള പേഴ്സണൽ ടൈമിൽ സെൽഫായിട്ട് എക്സാമിൻ ചെയ്യുന്നതാണ് ഇതിന്റെ ഏറ്റവും തുടക്കമായിട്ടുള്ള എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് സെൽഫ് എക്സാമിനേഷൻ. അതെ അതെ, സെൽഫ് എക്സാമിനേഷൻ. അങ്ങനെ അവർക്ക് സംശയം തോന്നുവാണ്. പിന്നെയുള്ളത് സ്കിന്നിലെ ചേഞ്ചസ്, അതായത് ബ്രസ്റ്റിന്റെ സ്കിന്നിലെ അൾസറേഷൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ വ്രണം വരിക, ഉണങ്ങാത്ത വ്രണം വരിക, അല്ലെങ്കിൽ അതിന്റെ അവിടെ ഒരു തടിപ്പ് പോലെ തോന്നുക. പിന്നെ നിപ്പിളിന്നുള്ള ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ആയിട്ട് വരുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ വെച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, ഇപ്പോഴത്തെ ഒരു ടെക്നോളജീസ് നോക്കുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് ഡയഗ്നോസ് ചെയ്യാനും ഏർലി ഡിറ്റക്ഷനും ഏർലി ട്രീറ്റ്മെൻറ്റും, ഈവൻ കാർസിനോമ നേരത്തെ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് സർജറീസും അവരുടെ ബാക്കി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് ലീഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. സോ അത്രയും നമ്മുടെ ടെക്നോളജീസും ഡെവലപ്പ് ചെയ്യുമ്പോൾ ആൾക്കാർ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. അല്ലാതെ നമ്മൾ ബാക്കിലേക്ക് പിന്മാറുകയല്ല ചെയ്യേണ്ടത്. ഭയപ്പാടോടുകൂടി കാണേണ്ട ഒരു കാലം കഴിഞ്ഞു. അതെ 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 അതെ. ഇപ്പം എന്തിനും നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഇപ്പം എല്ലാം ആക്സസബിൾ ആണ്. നമുക്ക് ചോദിക്കും. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ഡോക്ടറായിട്ട് ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. പണ്ടത്തെ പോലെയല്ല, കുറച്ചും കൂടെ കൂടുതലാണ്. അവെയർനെസ്സും കൂടുതലാണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ അവർ ഡോക്ടറെ വന്ന് സമീപിക്കേണ്ട കാര്യമാണ്. ഈ ബ്രസ്റ്റ് ഡിസീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പം ആളുകൾ ബോധേഡാവുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന ചില സിംറ്റംസ് വേറെ എന്തെങ്കിലും നമ്മുടെ സിംറ്റംസ് എന്ന് വെച്ചാൽ മെയിൻലി ബ്രസ്റ്റ് സ്വെല്ലിംഗ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ലംബ് എന്ന് പറയും നമ്മൾ. മെയിൻലി ബ്രസ്റ്റ് സ്വെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേപോലെ സെൽഫ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഉള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്രണങ്ങൾ വരാം, പിന്നെ ചേഞ്ചസ് വരാം, ചെറിയ സ്കിന്നിൽ തിക്കനിങ്, ഒരു കട്ടി തോന്നുക, കട്ട് ഇതാവുക, അനുഭവപ്പെടുക, പെയിൻ വരുക. നമ്മുടെ ജീവിതശൈലിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിന് ബന്ധമുണ്ടോ? ജീവിതശൈലിയായിട്ട് ബന്ധമുണ്ടെന്ന് വെച്ചാൽ ഒബീസിറ്റി ഒരു റിസ്ക് ഫാക്ടറാണ്. ജീവിതശൈലിയിൽ ഇപ്പോൾ ബ്രസ്റ്റ് കാർസിനോമേനെ അതായത് ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദത്തെ കുറിച്ച് പറയുവാണെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സ് ആയിട്ട് നമ്മൾ കോഴ്സ് എന്നല്ല, അതിൻ്റെ എത്തിയോളജി, അതായത് കാരണങ്ങൾ എന്തുകൊണ്ടാണ് എന്നുള്ള കാരണങ്ങൾ പറയണമെന്ന് വെച്ചാൽ ഒരു ഫീമെയിൽ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഈസ്ട്രജൻ എക്സ്പോഷർ കൂടുതലായിട്ട് വരുന്നുള്ള ടൈം, അതായത് ഫീമെയിലിന് നേരത്തെ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ മെൻസ്ട്രൽ സൈക്കിൾസ് കൂടുതലാണ്. അതായത് അവർ മെനപ്പോസ്, അതായത് ആർത്തവം ലേറ്റ് ആയിട്ട് അറ്റൈൻ ചെയ്യുന്ന ആൾക്കാർ, പിന്നെ കുട്ടികളില്ലാത്ത ആൾക്കാർ, പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാത്ത ആൾക്കാർ,
അങ്ങനെ നള്ളി പാരറ്റി കുട്ടികളില്ലാത്ത ആൾക്കാർ ഇവർ, പിന്നെ ഒബീസിറ്റി ഒരു റിസ്ക് ഫാക്ടറാണ്. പിന്നെ ഇപ്പോൾ കാണുന്ന ഫീമെയിലിൽ സ്മോക്കിംഗ് ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ ഇതൊക്കെ ഒരു റിസ്ക്, പിന്നെ ഫാമിലി ഹിസ്റ്ററി അതൊക്കെ ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഈ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ എന്ന് പറയും. പ്രൊട്ടക്റ്റീവ് ഫാക്ടർ അതായത് സ്തനാർബുദം വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവായിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ്, മുലയൂട്ടൽ, അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ബ്രസ്റ്റ് ക്യാൻസർ അതാണ്. പക്ഷെ അങ്ങനെയുള്ള ഇപ്പോൾ പല ലേഡീസിനും ഒരു വിമുഖതയുള്ള കാര്യം കൂടിയാണ്. അതെ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ആണോ അല്ലാന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ഇപ്പം കുട്ടികളില്ലാത്തത്, അത് ഏർലി ചൈൽഡ് ബർത്ത് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. പ്ലസ് ബ്രസ്റ്റ് ഫീഡിങ് ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. ഇത് രണ്ടും ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. ആ ടൈമിൽ അതായത് ഹോർമോണൽ എക്സ്പോഷർ ടു ദി ഓർഗൻ അല്ലെങ്കിൽ ബ്രസ്റ്റിലേക്കുള്ള ഹോർമോണൽ എക്സ്പോഷർ കുറയുക ചെയ്യുന്നത്. അപ്പം അത് എത്രത്തോളം ഒരു ഫീമെയിലിൻ്റെ ലൈഫിൽ എക്സ്പോഷർ കൂടുന്നോ അത്രത്തോളം ആ ഒരു ഫീമെയിലിനുള്ള ടെൻഡൻസി ഓഫ് എ ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലാണ്. പിന്നെ ഇതുപോലെ ഫാമിലി ഹിസ്റ്ററി ഡെഫിനറ്റ്ലി ഒരു അതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതെ ഡെഫിനറ്റ്ലി ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. അതിന് ഏർലി ആയിട്ട് പേഷ്യൻസിന് ഇതേപോലെ ലംബായിട്ട് വരാം. അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. നമ്മുടെ സെലിബ്രിറ്റി ഏഞ്ചലീന ജോളി, ഷീ ഈസ് ലൈക്ക് വാസ് ഡയഗ്നോസ് ടു ഹാവ്, അതിനൊരു പ്രത്യേക മ്യൂട്ടേഷൻ ഉണ്ട്. BRCA1 BRCA2 മ്യൂട്ടേഷൻസ് ഉണ്ട്. സോ ആ മ്യൂട്ടേഷൻ ഉള്ള ആൾക്കാർക്ക്, അതായത് അവരുടെ അമ്മയ്ക്കും അവരുടെ അമ്മയുടെ സഹോദരിക്കും ഇതേപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. പിന്നെ അവർ മ്യൂട്ടേഷൻ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഷി വാസ് ഫൗണ്ട് ടു ബി BRCA പോസിറ്റീവ്, അതായത് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ജീൻ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് കണ്ടത്. സോ അത് പ്രൊഫൈലാക്റ്റിക് മാസ്റ്റെക്ടമി എന്ന് പറയും. അതായത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഷീ അണ്ടർവെന്റ് മാസ്റ്റെക്ടമി, അതായത് ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. അങ്ങനെ ഒരു ഇതും അത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ആഞ്ചലീന കുട്ടികളെ ദത്തെടുത്ത് വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർ. അങ്ങനെ ഒരു കേസ് കൂടി ഉണ്ടല്ലോ. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ബ്രസ്റ്റ് ഡിസീസിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ് അതെന്തൊക്കെയാണ്? ഈ ക്യാൻസർ ഒഴിച്ചു നിർത്തി വേറെ എന്തെങ്കിലും സംഭവങ്ങൾ വരുമ്പോൾ അതിന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിൽ? മെയിൻലി ക്യാൻസർ ആണ് നമ്മൾ പറയുന്നത്. ഇനി ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്നത് അത് ഈ പറയുന്ന പോലെ നമ്മൾ പേഷ്യൻസിനെ റീഅഷ്വർ ചെയ്യുക, അതായത് പേഷ്യൻ്റെ പാരൻസിനെ, കുട്ടികളുടെ പാരൻസിനെ റീഅഷ്വർ ചെയ്യുക. അത് നമ്മളൊരു ഫോളോ അപ്പ് വെക്കണം, ക്ലോസ് ഫോളോ അപ്പ് വെക്കണം. അടുത്തൊരു ഡിസീസായിട്ട് പറയുന്നതാണ് മാസ്റ്റാൾജി, അതായത് ബ്രസ്റ്റിലെ പെയിൻ എന്ന് പറയുന്നത്. അത് ഇതുപോലെ കുറേ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് എന്താ പറയുക, കോഫി ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ്, സാന്തൻസ് ഒക്കെ ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടാണ് പറയുന്നത്. സോ അവർക്കൊക്കെ സിംറ്റമാറ്റിക്, എല്ലാവരെയും റീഅഷ്വർ ചെയ്ത് വെക്കുക, അവരോടത്ത് പറയുക. സിംറ്റമാറ്റിക്കലി നമ്മൾ കൊടുക്കുന്ന കുറച്ച് ബ്രസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെഡിക്കേഷൻസ് കൊടുക്കും. സോ അത് അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക. മോർ ദാൻ പെയിൻ അവർക്ക് ഈ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ആയിരിക്കും കുറച്ചും കൂടെ കൺസേൺ ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് നിപ്പിൾ ഡിസ്ചാർജ്. നിപ്പിൾ ഡിസ്ചാർജിനെ കുറിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഇതുണ്ട്, ഡിസ്ചാർജസ് ഉണ്ട്. ചിലപ്പോൾ നിപ്പിൾ ഡിസ്ചാർജ് യെല്ലോയിഷ് ആയിട്ട് വരാം, ചിലപ്പോൾ മിൽക്കി ഡിസ്ചാർജ് ആയിട്ട് വരാം, ചില സമയത്ത് ഗ്രീനിഷ് ഡിസ്ചാർജ് ആയിട്ട് വരാം, ബ്ലഡ് ഡിസ്ചാർജ് ആയിട്ട് വരാം. എന്താണെങ്കിലും അതിൻ്റെ പെത്തോളജി കണ്ടുപിടിക്കണം. അത് നിപ്പിൾ ഡിസ്ചാർജ് നോക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെതായ ഒരു സ്കാനൊക്കെ ചെയ്തിട്ട് നിപ്പിളിൻ്റെ ഡക്റ്റ് ഉണ്ട്, അതായത് മിൽക്ക് ഡക്ട്സും ഉണ്ട്. അതിനകത്തുള്ള വികസനമാണോ, അതിനകത്ത് എന്തെങ്കിലും ഒരു പാപ്പിലോമ അല്ലെങ്കിൽ അതിനകത്ത് വളർച്ചയുണ്ടോ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അക്കോർഡിംഗ്ലി നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണെന്ന് തോന്നിയത് കൊണ്ടാണ്. പുതിയൊരു തലമുറ പലവിധ മിഥ്യാധാരണകളുമുണ്ട്, തെറ്റിദ്ധായ ധാരണകളുണ്ട്. ഇപ്പോൾ ബ്രസ്റ്റ് ഡിസീസ് എന്ന് പറയുന്ന സംഭവങ്ങൾ വരുമ്പോൾ ഇവരുടെ ജീവിതവും അതുമായി ബന്ധപ്പെട്ട കുറേ ധാരണകളും ഒക്കെ പുതിയ ലോകത്ത് പുതിയ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അവരവരുടെ ഒരു സെൽഫ് ഡിഫെൻസ് എന്നോ അതിനൊക്കെ കൊടുക്കുന്ന ഒരു പ്രാധാന്യത്തിൻ്റെ കുറവ്, അതായത് വേറെ എന്തിൻ്റെയൊക്കെയോ പുറമെ പുതിയൊരു ലോകത്തിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുപയോഗിക്കുന്ന കോസ്മെറ്റിക്സ്, അങ്ങനെ കോസ്മെറ്റിക്സും ബ്രസ്റ്റുമായിട്ട് ഒന്നുമില്ല, റിലേറ്റഡ് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതേപോലെ
ഈ യങ് ലേഡീസിന് ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ ആയിട്ടുള്ള ഹോർമോണൽ എക്സ്പോഷേഴ്സ് അതാണ് ഞാൻ പിന്നെ OCPs അതായത് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എടുക്കുവാണ്. അല്ലാതെ ഇങ്ങനെ ഓരോ ഹോർമോണൽ തെറാപ്പീസ് ചെയ്യുവാണെങ്കിൽ there is a possibility of breast cancer. അതിന് റിസ്ക് ഫാക്ടർ ആയിട്ട് പറയുന്നുണ്ട്, ഡെഫിനറ്റ്ലി പറയുന്നുണ്ട്. ഓഗ്മെന്റേഷൻ സർജറീസ് അല്ല, ഓഗ്മെന്റേഷൻ സർജറി ചെയ്യുവാണെങ്കിലും അതിന് ഹോർമോണൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അതിന് ഡെഫിനറ്റ്ലി ഒരു റിസ്ക് ഫാക്ടർ ആണ്. നമ്മുടെ ശാരീരികമായ ഓൾറെഡി ജനിച്ചപ്പോൾ മുതലുള്ള ഒരു ശാരീരിക അവസ്ഥയിൽ, അതിൻ്റെ ഹോർമോണിൻ്റെ അവസ്ഥയിൽ എല്ലാം കൃത്രിമമായൊരു ചേഞ്ചസ് വരുത്തുമ്പോൾ ചില വരാനുള്ള ചാൻസുകളും കൂടുതലാണ്. പഠനങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ലേഡീസ് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇപ്പോൾ അവരുടെ ഒരു ബോഡിയിൽ ബ്രസ്റ്റ് അതുപോലെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അത്ര പ്രാധാന്യം അറിയിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അവരതൊന്ന് അവരുടെ ജീവിതശൈലിയിൽ നമ്മൾ പറയുവാണെങ്കിൽ ബ്രസ്റ്റിനെ മാത്രമല്ല മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഈ പറയുന്ന പോലെ ഫുഡ് ഒരു വെരി ഇമ്പോർട്ടൻറ്റ്, ഭക്ഷണം ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സെക്കൻഡ് തിങ് ഇസ് എക്സസൈസ്. ഫസ്റ്റ് തിങ് ഫുഡ് എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയുന്നത് എക്സസൈസ് ആണ്. ഫിസിക്കലി ഫിറ്റാണ്, ഫിസിക്കലി നല്ലൊരു ഇതുണ്ടെങ്കിൽ സൗണ്ട് മൈൻഡ് ഉണ്ടാവാനുള്ള ഇത് പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഇനി ബ്രസ്റ്റ് ക്യാൻസർ അതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, അതിലേക്ക് കൂടി ഒന്ന് വരാം. ഓക്കെ. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ ഒരു ലേഡി, ഒരു ഫീമെയിൽ നമ്മുടെ OP-യിലേക്ക് വരുവാണ്, ഒരു ബ്രസ്റ്റ് ലംപായിട്ട് വരുവാണ്, ഒരു സ്ഥാനത്തിലെ ഒരു മുഴയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റുകൾ ആദ്യം നമ്മൾ എക്സാമിൻ ചെയ്യും. എക്സാമിനേഷൻ ഒരു ട്രിപ്പിൾ അസസ്മെൻ്റ് എന്നാണ് അതിന് നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്നത്. അത് നമ്മൾ എക്സാമിൻ ചെയ്യും. നമ്മൾ എക്സാമിൻ ചെയ്തിട്ട് അതിന് ഇമേജിങ് ചെയ്യും. അതായത് യങ് ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനാണ് ബ്രസ്റ്റിൻ്റെ, സോണോഗ്രഫിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 50 ഏജ് 45-50 ഏജിൽ ആ ഗ്രൂപ്പിലുള്ള ഫീമെയിൽസിലാണെങ്കിൽ നമ്മൾ മാമോഗ്രാം ചെയ്ത് നോക്കും. മാമോഗ്രാമിനകത്ത് നമുക്കൊരു ഐഡിയ കിട്ടും ഏത് ടൈപ്പ് ഓഫ് ലീഷൻ ആണെന്നുള്ളത്. അതായത് മാമോഗ്രാമിന് കുറേ ഇതുണ്ട്, ഒരു എന്താ പറയുക കാറ്റഗറൈസേഷൻ ഉണ്ട്. ഈ ബിറാഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. 1 തൊട്ട് 6 വരെ ഉണ്ട്. 3 ബിലോ ആണെന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി ഓഫ് ക്യാൻസർ അല്ലാത്തൊരു ലീഷൻസ് ആണ്. 3 മുകളിലാണ്, 4 ആൻഡ് എബവ് ആണെന്നുണ്ടെങ്കിൽ മോർ ടുവേർഡ്സ് ക്യാൻസർ സൈഡാണ്. സോ അങ്ങനെയുള്ള ആൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത് നമ്മൾ ബയോപ്സി എടുക്കുക എന്നുള്ളത്. ഒന്നെങ്കിൽ നീഡിൽ വെച്ച് കുത്തി പരിശോധിക്കുക, FNAC എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ടിഷ്യൂടെ ഒരു ബിറ്റ് എടുത്തിട്ട് നമ്മൾ ട്രൂ കട്ട് ബയോപ്സി എന്ന് പറയും. അതിൻ്റെ അടിസ്ഥാനവും പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. എക്സാമിനേഷനും നമ്മൾ എക്സാമിൻ ചെയ്യുന്നതിനനുസരിച്ച് ബ്രസ്റ്റിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ഏർലി ബ്രസ്റ്റ് ക്യാൻസർ, ലോക്കലി അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസർ, മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ. ഇതിനകത്ത് ഏർലി ബ്രസ്റ്റ് ക്യാൻസറും ലോക്കലി അഡ്വാൻസ്ഡും രണ്ടിനും നല്ല പ്രോഗ്നോസിസ് ആണുള്ളത്. ഈവൻ മെറ്റാസ്റ്റാറ്റിക് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഏർലി ബ്രസ്റ്റ് ക്യാൻസറിന് ഉള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വൈഡ് ലോക്കൽ എക്സിഷൻ എന്ന് പറയും. അതായത് ആ മുഴ മാത്രം എടുത്ത് കളയും. അത് വൈഡ് ലോക്കലി എടുത്തിട്ട് പിന്നെ നമ്മളൊരു സെൻറ്റിനൽ ലിംഫ് നോഡ് ബയോപ്സി എന്ന് പറയും. അതായത് കക്ഷത്തിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ടെക്നിക്ക് വെച്ച് ഡൈ വെച്ചിട്ട് നമ്മൾ അവിടുത്തെ കഴലകൾ എഫക്റ്റഡ് ആണോ, ഇങ്ക് വെച്ചിട്ട് കഴലകൾ എഫക്റ്റഡ് ആണോ എന്ന് നോക്കും. അങ്ങനെ കഴലകൾ എഫക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ആക്സിലറി ഡിസെക്ഷൻ എന്ന് പറയുന്നത്, അതായത് കക്ഷത്തുള്ള മുഴകളും അതിന് സംബന്ധിച്ച ഫൈബ്രോ ടിഷ്യൂസ് മാത്രം എടുത്തിട്ട് നമ്മൾ സർജിക്കൽ പാർട്ട് ഓക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ബാക്കിയുള്ള ലൈഫ് ലോങ് ഇഷ്യൂ ഉണ്ടാവുമോ ഇത് ഇങ്ങനെ ഒരു സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്ന് അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? ചെയ്യുന്നതിനല്ല, ഇപ്പം ലോക്കലി അഡ്വാൻസ്ഡ് ആണെങ്കിൽ നമ്മൾ മാസ്റ്റെക്ടം MRM ആണ് ചെയ്യുന്നത്. അതായത് സ്ഥാനം ബ്രസ്റ്റ് എടുത്ത് കളയുക എന്നുള്ളതാണ് ചെയ്യുന്ന കാര്യമല്ല. മെയിൻലി ഫോളോ അപ്പ് എന്ന കാര്യമാണ് പേഷ്യൻസിനെ അവെയർ ആയിരിക്കണം. അപ്പോൾ ചെയ്യുന്നതല്ല, സർജറി ചെയ്യുന്നതല്ല, പേഷ്യൻ്റ് ഫോളോ അപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. അത് ഇങ്ങനെ 3 months, ഇനീഷ്യലി 3 months ഫോളോ അപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു 6 months ഫോളോ അപ്പ്, അത് കഴിഞ്ഞിട്ട് ഒരു 1 year ഫോളോ അപ്പ്, പിന്നെ അങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം. എന്തായാലും ടിൽ പേഷ്യൻ്റ് ഇസ് അലൈവ് വി ഹാവ് ടു കീപ്പ് ഇൻ ഫോളോ അപ്പ്. സോ അതിനകത്ത് വീണ്ടും ഡിസീസ് വരാനുള്ള ചാൻസ് പ്രോബബിലിറ്റി കൂടുതലാണ്. സോ ഫോളോ അപ്പ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്.
ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിനെ. പിന്നീട് അവരുടെ ഒരു കെയർ എത്രയുണ്ടോ അത്രത്തോളം മുന്നോട്ട് പോകും അല്ലേ? പിന്നെ സെൽഫ് മോട്ടിവേഷൻ, പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫാമിലി മോട്ടിവേഷൻ എല്ലാമാണ് ഇവരുടെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട്. എല്ലാം കൊണ്ടും അത് അവർ നോക്കണം. ഒരു ഡിസീസായിട്ട് ട്രീറ്റ് ചെയ്യാണ്ട് പേഷ്യൻ്റ് ആസ് എ ഹോളായിട്ട് ട്രീറ്റ് ചെയ്യാൻ നമ്മൾ നോക്കണം. ഒരു പ്രായത്തിന് ശേഷമാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം ഫലപ്രദമാണ്? അത് ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നതിന് സ്റ്റേജ് അനുസരിച്ചാണ്. ഇപ്പൊ ഏർലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏർലി ഏജിലാണെങ്കിലും നമുക്ക് അതിനുള്ള പ്രോഗ്നോസിസ് നല്ലതാണ്. അതായത് പേഷ്യന്റിനെ നമ്മൾ ഏർലി ഡിസീസ് ആണെങ്കിൽ ഷീ ക്യാൻ ലീഡ് ഈക്വലൻ ടു എ നോർമൽ ലൈഫ് വരെ പോകാൻ പറ്റുന്ന അത്ര ഇതുണ്ട്. സോ അപ്പോൾ അത് ഇപ്പോൾ ക്യാൻസർ ആയതുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിച്ചു എന്നുള്ളൊരു തോട്ടൊന്നും നമുക്ക് വേണ്ട, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അതെ. അപ്പം അത് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോഴത്തെ അമ്യൂണിറ്റീസും ഇപ്പോഴത്തെ ടെക്നോളജീസും ഫെസിലിറ്റീസും ഒക്കെ നോക്കുമ്പോൾ ഫാർ ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു എന്താ പറയുക, മോർട്ടാലിറ്റി നല്ല കുറഞ്ഞത്, പേഷ്യൻ്റെ മോർബിഡിറ്റിയും നല്ല കുറഞ്ഞിട്ടുള്ളൊരു ഇതിലാണ് പോകുന്നത്. സോ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഏർലി ഡിസീസസ് ആൻഡ് ഗുഡ് പ്രോഗ്നോസിസ്. ഇന്ന് നമ്മൾ വളരെ സമൂഹത്തിൽ കുറേയധികം ചർച്ച ചെയ്യപ്പെടുകയും രോഗികളൊക്കെ ഉള്ള അവസ്ഥയാണ് ഈ പറയുന്ന രോഗമെന്ന് പറയുന്നത് ബ്രസ്റ്റ് ഡിസീസ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ ഡോക്ടർ അതിലേക്ക് കൂടി വന്നു, വിശദമായിട്ട് തന്നെ അതിനെക്കുറിച്ചിട്ട് നമുക്കൊരു പിക്ചർ തന്നു. ഏതായാലും നമ്മൾ സെൽഫ് ഡിഫെൻസ് ഉണ്ട്, നമുക്ക് സ്വയം നോക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് തന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പറ്റും. ഇപ്പോൾ ബ്രസ്റ്റ് ഡിസീസിനെ കുറിച്ചിട്ട് വിശദമായി തന്നെ ഡോക്ടർ ഈ സമയത്തിനുള്ളിൽ സംസാരിച്ചു. ഇന്ന് നമ്മളോടൊപ്പം ആരോഗ്യ ദർശനത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജലിയാണ്. അഞ്ജലി AR. ഒരുപാട് സന്തോഷം ഇന്നത്തെ എപ്പിസോഡിൽ എത്തിയതിന്. താങ്ക് യു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു ഡോക്ടറും മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും വരും. നമസ്കാരം.